രാജ്യത്തെ ജനങ്ങൾക്ക് ദീപാവലി സമ്മാനമായി ചരക്ക് സേവന നികുതിയിൽ വൻ പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ച് കേന്ദ്ര ഗവൺമെന്റ്. സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പ്രഖ്യാപിച്ച നികുതി പരിഷ്കാരങ്ങൾക്കാണ് 56ാമത് GST കൗൺസിൽ യോഗത്തിൽ അംഗീകാരം നൽകിയത്. സാധാരണക്കാർ, തൊഴിൽ പ്രാധാന്യമുള്ള വ്യവസായങ്ങൾ, കർഷകർ, കൃഷി, ആരോഗ്യം, സമ്പദ്വ്യവസ്ഥയുടെ പ്രധാന ഘടകങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് പുതിയ GST പരിഷ്കാരങ്ങൾ. സാധാരണക്കാർക്കും ഇടത്തരക്കാർക്കും മേലുള്ള ചരക്ക് സേവന നികുതി 18% നിന്നോ 12% നിന്നോ 5% കുറച്ചതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. Reforms have been carried out with a focus on the common man. Every tax levied on common man's daily use items have gone through a rigorous looking into, and in most cases the rates have come down drastically. Labor-intensive industries have been given a good support. Farmers and agriculture as a whole will also benefit by the decisions we have taken today. Health-related also will benefit. So the key drivers of economy have been given a prominence. എല്ലാ വ്യക്തിഗത ലൈഫ് ഇൻഷുറൻസ് പോളിസികളിലെയും GSTയിൽ നിന്ന് ഒഴിവാക്കി. ഇത് സാധാരണക്കാർക്ക് ഏറെ ആശ്വാസകരമാകും. ഇൻഷുറൻസ് ഏവർക്കും താങ്ങാനാവുന്നതാക്കി മാറ്റുന്നതിനും രാജ്യത്ത് ഇൻഷുറൻസ് പരിരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുമാണ് ഈ നീക്കമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. 33 ജീവൻ രക്ഷാ മരുന്നുകൾക്കും GST ഒഴിവാക്കി. മറ്റെല്ലാ മരുന്നുകൾക്കും മെഡിക്കൽ, സർജിക്കൽ, ഡെന്റൽ, വെറ്റിനറി ആവശ്യങ്ങൾക്കോ ഭൗതിക രാസ വിശകലനത്തിനോ ഉപയോഗിക്കുന്ന വിവിധ മെഡിക്കൽ ഉപകരണങ്ങൾക്കും GST 12% നിന്ന് 5% കുറച്ചു. എണ്ണ, ടോയ്ലറ്റ് സോപ്പ്, സോപ്പ് ബാറുകൾ, ഷാംപൂകൾ, ടൂത്ത് ബ്രഷുകൾ, ടൂത്ത് പേസ്റ്റ്, സൈക്കിളുകൾ, ടേബിൾ വെയർ, അടുക്കള ഉപകരണങ്ങൾ, മറ്റ് വീട്ടുപകരണങ്ങൾ എന്നിവയ്ക്ക് ഇനി മുതൽ 5% GST മാത്രമേ ഉണ്ടാകൂ. എല്ലാ ഇന്ത്യൻ റൊട്ടി വിഭവങ്ങൾക്കും അൾട്രാ ഹൈ ടെമ്പറേച്ചർ പാൽ, ചേന, പനീർ എന്നിവയുടെ GSTയും 5%. GST പരിഷ്കാരങ്ങൾ പൗരന്മാരുടെ ജീവിതം മെച്ചപ്പെടുത്തുകയും എല്ലാവർക്കും, പ്രത്യേകിച്ച് ചെറുകിട വ്യാപാരികൾക്കും ബിസിനസ്സുകൾക്കും പ്രയോജനകരമാകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. 5, 18, 40 എന്നീ സ്ലാബുകളിലായിരിക്കും ഇനി മുതൽ GST നിരക്കുകൾ. പുതുക്കിയ നിരക്കുകൾ നവരാത്രിയുടെ ആദ്യ ദിവസമായ സെപ്റ്റംബർ 22 മുതൽ പ്രാബല്യത്തിൽ വരും. ഇന്ത്യയുടെ ആഗോള സാമ്പത്തിക അഭിലാഷങ്ങളെ നയിക്കുന്നതിനിടയിൽ പൗരന്മാരെ കേന്ദ്രീകരിക്കുന്ന ലളിതവും ന്യായയുക്തവും വളർച്ച കേന്ദ്രീകൃതവുമായ ഒരു GST സംവിധാനം സൃഷ്ടിക്കുക എന്ന ഗവൺമെന്റിന്റെ ദൃഢനിശ്ചയത്തിന്റെ ഫലമാണ് പുതിയ GST പരിഷ്കാരങ്ങൾ.